Hi guys, Das kommt. Namaste. Peace wages. Hey guys. കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഹേ ഗൈസ്, നമ്മളിന്ന് നിങ്ങൾ തമ്പനയിൽ ഓൾറെഡി കാണും. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് മ്യൂൺഷനിലേക്കാണ്. അതെ, പറഞ്ഞോളൂ. മ്യൂൺഷനിൽ ഞങ്ങളൊരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് പോണത്. അല്ലാണ്ട് പോകണല്ല, സ്കൂളിൽ നിന്ന് ഞങ്ങൾ പോകുന്നു. നമ്മൾ നേരത്തെ ഇട്ട വ്ളോഗ് അതിലിട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ഞങ്ങൾ സെമിനാറിൻ്റെ വ്ളോഗ് ഇട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ട്രെയിനിൽ പോയ പോലെ ഇതും നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. മ്യൂൺഷനിലേക്കാണ് പോകുന്നത്. മ്യൂൺഷനിലെ ഒരു സ്ഥലത്ത് മ്യൂസിയം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യം. അത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളിങ്ങനെ കാണിക്കാൻ പറ്റാത്ത ടൈപ്പ് അങ്ങനത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ മനുഷ്യന്മാരുടെ ബോഡി എന്തൊക്കെയോ വെച്ച്, അതായത് വേറെ ചിന്തിക്കരുത്. അതായത് നമ്മുടെ സ്കിന്ന് മാറ്റിയിട്ട് നമ്മുടെ മസിൽസിനെ പറ്റി പഠിക്കുന്നതോ കാണിക്കുന്നതോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നതാണെന്ന് തോന്നാറ്. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പം മിക്കവാറും അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോണത് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ പരിപാടി നടത്തുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ ഞങ്ങൾ പോകുന്നത് എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത്. പിന്നെ ഏതൊക്കെ ഫ്രണ്ട്സിനെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പറ്റും, അങ്ങനെ സമ്മതമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണിക്കാം. സമ്മതമില്ലാത്ത ഫ്രണ്ട്സും ഉണ്ട്. സമ്മതമില്ലാത്ത ഫ്രണ്ട്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ചിലർ ഉറങ്ങുന്ന ക്ലിപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോയിൽ വരുമ്പോൾ കാണാം. ഞങ്ങൾ ഓൺ ടൈമിന് എത്തി. പക്ഷേ ഞങ്ങൾ വൈകി എത്തിയത്. അത് 2 മിനിറ്റ് നമ്മളോട് ഇവിടെ മീറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ 2-3 മിനിറ്റ് താമസിച്ചു. ഇതൊക്കെ എനിക്കൊരു വലിയ താമസമല്ല, ഇതിലും വലുത് എന്തൊക്കെയോ താമസിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പ്ലാറ്റ്ഫോം, ഇവിടെ ജർമ്മൻ ട്രെയിനിൻ്റെ പ്രത്യേകത ഇതാണ്, സെക്കൻഡുകൾക്കുള്ളിൽ പ്ലാറ്റ്ഫോം ഒക്കെ മാറിക്കളയും. ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോമിൽ പോയി, പക്ഷേ അതല്ല നമ്മൾ പറയുന്നത് പുതിയ പ്ലാറ്റ്ഫോമിൽ. യെസ് ഗൈസ്, ഞങ്ങൾ ഫൈനലി വണ്ടിയിൽ കയറി. ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയതായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് 3 പേർ കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ സീറ്റ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ പോകുന്നു, വേറെ സീറ്റ് നോക്കി പോകുന്നു. പക്ഷേ സീറ്റൊന്നും പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു സീറ്റിലും, ഏടലൊരു സീറ്റിലും, ദേവിക ഒരു സീറ്റിലും, ഞങ്ങളുടെ കൂടെ വന്ന സ്റ്റുഡൻസ് എല്ലാവരും വേറെ വേറെ സീറ്റിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആകപ്പാടെ മൂഞ്ചി വണ്ടിയിൽ കയറിയപ്പോൾ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ മ്യൂൺഷൻ എത്തിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രെയിനിലാണ്. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പോൾ ആളെ വീഡിയോയിൽ എടുക്കാൻ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മ്യൂൺഷൻ എത്തിയിട്ട് കാണാം. ബൈ. ഞങ്ങൾ സക്സസ്ഫുള്ളി എത്തി. ഞങ്ങൾ ഫ്രണ്ടിന് ബാക്കിലേക്ക് നടന്നവരെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് നടന്നു. അതെ, ഞങ്ങൾ വന്ന വഴി വീട് തിരിച്ചു കിടക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും അറിയില്ല. കാത്തിരുന്ന് കാണാം. ഞങ്ങൾക്കും അറിയത്തില്ല. ബസ്സിന് പോകണോ എങ്ങോട്ടല്ല, നടന്ന് പോകണമെന്ന് എനിക്ക് പറ്റില്ല. ദൂരമുണ്ടെന്ന് അറിയത്തില്ലല്ലോ. അടുത്താണെങ്കിലും ബസ്സിന് പോകണം. എനിക്ക് പറ്റില്ല. എനിക്ക് ഈ പാൻറ് ഇട്ടിട്ട് ഇത്ര നടക്കാൻ പറ്റില്ല. ഈ പാവാടിയിട്ട് നിങ്ങളുടെ എല്ലാ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണോ. ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ കൈയൊക്കെ കാണിച്ച് തണുപ്പാണ്. ഇന്ന് ഫ്രീക്കായിട്ട് ഇറങ്ങിയതാ, പക്ഷെ വെതർ ചതിച്ചു. ഇവിടുത്തെ വെതർ കാലില് പാൻറിട്ട നന്നായിരുന്നു. ഇവളുടെ ഗ്രാമർ പോരല്ലേ, മലയാളം പോലും നേരെ വേണം പറയുന്നില്ല. ആ പാൻറിട്ടത് നന്നായിന്ന് അങ്ങനെ പറഞ്ഞ പോലെ എന്തൊരു കാലുമ്മേല് പാൻറിട്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നീ തലവഴി പാൻറിട്ടുന്നത് എന്നാ പിന്നെ പാൻറിട്ടെന്ന് പറഞ്ഞ പോരെ. എനിവേസ് ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിയില്ല ഗൈസ്. അതാണ് ഇറങ്ങേണ്ട സ്ഥലം. പക്ഷെ നമ്മൾ പിന്നെയും പോവണം. ഞങ്ങളുടെ ഫ്രണ്ടിൽ പടം നയിക്കുന്ന വീരാളികളെ പോലെ ഞങ്ങളുടെ സാറിന്. അപ്പൊ അവരുടെ തൊട്ട് പുറകിൽ ഞങ്ങൾ നടക്കണം. ഒരു കാരണവശാലും വഴി തെറ്റരുത്. ഫ്രണ്ട് ബെഞ്ചേഴ്സാണ് ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചേഴ്സിന്റെ ഇടയിൽ കൂടെ. അപ്പൊ എന്തായാലും ഞങ്ങളിനി അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാം ഗൈസ്, കാണിക്കാം. കൂട്ടായിട്ടുണ്ടോ? കൂട്ടായിട്ടില്ല. ഹേ അമ്മായിമ്മ, sag mal hi. Hi.
പല്ലേ പല്ലേ വ്ലോഗ് das kommt nee wer ist deine Lieblingsschauspieler in Indien nein Shah Rukh Khan sehr schön Salman Khan. Amir Khan Khan irgendwelche Khan und du Priyanka Chopra sagst du no Salman Khan. Hrithik Roshan okay das ist die Name von Schauspieler welche Katrina Kaif und Hrithik Roshan ഞാനൊന്നും കഴിച്ചൊന്നുമില്ല വെള്ളം പാനി ഇതാണ് ഞാൻ കഴിച്ചത് ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് നീ എങ്ങനെയുണ്ട് തിന്നില്ല നീ എനിക്ക് മെസ്സേജ് എൻ്റെ മെസ്സേജ് തെളിവുണ്ട് കാണിച്ചോളൂ ആ കൊണ്ട് കാണിക്കേ ഞാൻ ഒന്ന് കഴിച്ചിട്ടേ കേസ് പങ്ങടാ എന്നിട്ട് അവളുടെ തിന്നിട്ട് അവളെല്ലാവരും വെച്ചിത്തരം അവിടെ നിർബന്ധിച്ചിട്ട് അല്ല ഇപ്പൊ താങ്കളിപ്പോ തിന്നാ പിന്നെ അവളുടെ അത് പറയാ നീ എനിക്ക് തന്നാ ഞാൻ തിന്നില്ലല്ലോ തരാന് ഞാൻ തിന്നില്ല സത്യസന്ധയായ അതെ അവളെ ഒറ്റയ്ക്ക് തിന്നു നമുക്ക് എന്തായാലും നമ്മുടെ മേടിക്കണം പട്ടി എന്നാലും ഇവക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെയൊക്കെ തിന്നാന് ഇതാടാ നേരത്തെ തിന്ന് ഒരു കടി ടേസ്റ്റ് ചെയ്യാൻ ശരി ഗൈസ് അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം സക്സസ്ഫുള്ളി ഒളിമ്പിയ പാർക്കിലോ എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പുള്ളിക്കാരി പുകവലിക്കാൻ നിന്നിട്ട് മുട്ടി പോയി നിൽക്കുക നമ്മളിന്ന് നടക്കണം ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒളിമ്പിയ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു താഴെന്നൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ് ചിലപ്പോൾ പോവായിരിക്കും ഞങ്ങൾ തോന്നുന്നത് ഇവർക്ക് വഴി അറിയില്ല ആർക്കും വഴി ഞങ്ങൾക്കും വഴി ഇപ്പം ഞങ്ങൾ പ്രസൻ്റ്ലി നിൽക്കുന്നത് BMW മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾക്കറിയില്ല ഗൈസ് ഞങ്ങളിപ്പോൾ BMW മ്യൂസിയം ആണ് ഇത് മ്യൂസിയം ആണ് നീ ബാക്കി പറഞ്ഞോ അല്ല വേണ്ട ഞങ്ങൾ BMW മ്യൂസിയത്തിൽ ടോയ്ലറ്റിൽ പോകാൻ കയറിയതാണ് ഞങ്ങൾക്ക് ഇനി ഇവിടെ വേറെ ബാത്റൂമില്ല അപ്പം ഞങ്ങൾ മ്യൂസിയത്തിൽ ബാത്റൂം Subscribe. Sag mal, subscribe. Подписывайтесь на них. Was? Russisch habe ich gesagt. അങ്ങനെ തന്നെ. Не подписывайтесь. പേപ്പറാണോ? Was hast du gesagt? ഞങ്ങൾ കൊള്ളൂലെന്നല്ല. നമ്മൾ നടക്കാണ്. മല. എനിക്കിത് കാണുമ്പോൾ നാട്ടിലെ വാഗമണിലെ മൊട്ടക്കുന്നാണ് ഓർമ്മ വരുന്നത്. വാഗമണ് ഞാൻ വാഗമണ് പോയിട്ടില്ല എൻ്റെ ഓർമ്മയില് മൊട്ടക്കുന്ന് ഞാൻ മറ്റേ സിനിമയിൽ കേട്ടു. അവളെ കാണിക്കാൻ പാടില്ലല്ലോ അല്ലേ ഞാൻ അവളെ കാണിക്കാൻ പാടില്ല. എനിക്ക് കാണുമ്പോൾ മൊട്ടക്കുത്താണ് കേസ് വെച്ചത്. മൊട്ടക്കുന്നാണ് കേസ് ഓർമ്മ വരുന്നത്. ചെറിയൊരു കുന്ന് പോലെ ഉണ്ട്. അവിടെയാണ് ഒളിമ്പിയ പാർക്ക് എന്നാണ് ഞങ്ങൾ വന്നിട്ടില്ല ഇവിടെ പറഞ്ഞത്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് BMW
ഞങ്ങൾ അവിടെ കയറി ടോയ്ലറ്റ് വരെ ഒന്ന് പോയി. ടോയ്ലറ്റ് എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ട തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടില്ല. അതായത് അവിടെ സ്പോർട്സ് ചെയ്യുന്ന ആൾക്ക് ക്രോസ് Ich bin groß, ihr seid klein. Und, was sagt ihr? Omaima ist eine schöne Frau. Nein, stimme ich nicht. Und, was noch? Was noch? Was sollen wir noch? Wir laufen zum Museum, oder? Was Ich weiß sagen nicht, wir? wo seid ihr? Schau mal, wo sind wir? Okay, tschüss. Das ist alles. Was ist alles? Das ist alles über die Thema. Vielen Dank. ഓക്കെ, അപ്പോൾ അതുപോലെ നല്ല വൈബ് ഫ്രണ്ട്സാണ്. ഭയങ്കര പക്ഷെ എല്ലാവരുടെ അടുത്തും നമ്മൾ വീഡിയോ എടുക്കണില്ല. കാര്യം ചിലർ വീഡിയോ എല്ലാവർക്കും എടുക്കാൻ vibe അല്ലേ? താല്പര്യമുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഞങ്ങളൊരു സാധനം കാണിച്ചത് അതെന്താന്ന് ഞങ്ങൾക്ക് cut മനസ്സിലായില്ല. ചെയ്യാനായിട്ട് പറ്റില്ല, തിരിക്കാമല്ലേ? അതെന്താണ് എന്താണ് ആ കാണുന്നത്? എന്താണത്? ഇതൊക്കെ ആരുടെ കാണുന്നത്? ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ നല്ല തണുപ്പ് പ്രതീക്ഷിച്ചാണ്. ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ ജാക്കറ്റും കോപ്പും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാവരും ഫ്രോക്ക്, ഗൗണ്, ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരും. ഞങ്ങളിപ്പോൾ ചെറുതിട്ടാണ് ഇവിടെയുള്ള ഒരു ജാക്കറ്റൊക്കെ കുത്തിക്കിട്ടിട്ട്. അപ്പം ഇന്ന് വന്നപ്പോ എല്ലാരും ജാക്കറ്റ് ഇട്ടു, ഞാൻ മാത്രം സ്ലീവ്ലെസ് ഇട്ട് വന്നപ്പോ എന്താ ജാക്കറ്റ് ഒന്നും ഇല്ലേ? തണുക്കണില്ലേ? ഇവിടെ ആണെങ്കിൽ തണുപ്പും കുറച്ച് കൂടുതലാ. ഞാൻ കാണുന്നുണ്ടോ നിങ്ങൾ ഓട്ടോബാൻ? എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് തോന്നി, നീ ഡോയിച്ചസ് ഓട്ടോബാൻ കാണാറുണ്ടോ എന്ന്. ഞാൻ വിചാരിച്ചിട്ട് വേറെ ഒരു സ്ഥലം ഉണ്ടാവും അങ്ങനെയെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ആ വൃത്തിയുടെ ഇതാ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. ഇതൊന്നും കാണുമല്ലോ. അത് തന്നെ നമ്മളിന്റെ അരികത്തല്ലേ ജീവിക്കണേ. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണണ്ടാ, നീ കണ്ടറാ. ഉത്തരം കേട്ടാടാ നീ? ഉത്തരം കണ്ടാ? ഞങ്ങളുടെ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു. ആ ഇല്ലേ? ആ ഇതേടി എന്താ ഫോട്ടോ എടുത്തു? പറ. ഫോട്ടോ എടുക്കണം. അതെ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇവിടുത്തെ മനോഹാരിത നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നുണ്ടോന്നല്ല കേട്ടോ, മനോഹാരിത കാണുന്നുണ്ടോ? എന്നെ കണ്ടാ മതി. മറ്റുള്ള സാർ നമ്മൾ അന്വേഷിക്കും. ഇവൾമാര് മാത്രമുള്ള പുറകില്. അമ്മച്ചിക്കുണ്ട്. അമ്മച്ചിണ്ടെന്നൊക്കെ. അയ്യോ സോറി ഗൈസ്. കൂട്രസ് ഡാഷ് എറിയുകയാണ്. അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് സമൂസ എന്നാ? സമ്മർ ഫെസ്റ്റിവൽ. നമ്മൾ സമ്മർ ഫെസ്റ്റിവൽ കൂടെ വന്നാണ് സർപ്രൈസ് ആയിട്ട് സാറന്മാർ സർപ്രൈസ് ആക്കി. ഇവരുടെ ഒരു കാര്യം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങോട്ട് നോക്കൂ. ക്യോപ്പോ വെൽക്കം. ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിലെന്താണ് സംഭവം കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലെന്നാ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും. എനിവേസ് ഞങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്ന് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഓൺ ദ വേ ട്രെയിനിലാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയ പോലെയല്ല, ഞങ്ങൾക്ക് സീറ്റ് ഒരുമിച്ച് കിട്ടി ഭാഗ്യവശാൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ 2-3 ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വീഡിയോസൊന്നും അവിടെ അലൗഡ് അല്ലായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ അത് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഫോട്ടോസ് തമ്പനെയിൽ ഇടാൻ മാത്രമേ പറ്റുള്ളൂ. ഇടുവാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ഇടുക, അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ഒരു പോസ്റ്ററിൽ ഒരു ഫോട്ടോ ഉണ്ട്. അത് സംഭവം നല്ലതാണ് കേട്ടോ, നല്ല ഇൻഫോർമേറ്റീവാണ്. ഇപ്പോൾ MBBS പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്കോ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും പോവാം. അതായത് നമ്മുടെ വലിയ ആൾക്കാർ, അതായത് അഡൾട്ടായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളുടെ എല്ലാവരുടെ
ഇത് സെപ്റ്റംബർ വരെ അവിടെ ഉള്ളത്. മ്യൂൺഷനിലാണ്, ഒളിമ്പിയ പാർക്കിലാണ് ഇതുള്ളത്. അപ്പോൾ നല്ലതാണ്, നല്ല ഇൻഫോർമേറ്റീവ് ആണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും, നമുക്കെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ബുക്കിൽ തിയറിറ്റിക്കലായിട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു റിയൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹേർട്ട്, എല്ലാ സാധനങ്ങളും, നമ്മുടെ ഓർഗൻസ് മിക്കതും എല്ലാ സാധനങ്ങളും, നമ്മുടെ ബോൺസ് എല്ലാം ഉണ്ട്. കുട്ടികളുടേത്, ആനിമൽസിൻ്റെത് ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 യൂറോ ആണ് ടിക്കറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പോയി അത് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈം വരുന്നത് 10 മണി ടു ആണ് സ്റ്റാർട്ടിങ്. എനിക്ക് തോന്നുന്നു 6 മണി വരെ ഞാൻ തോന്നുന്നു. ഇനി പോകുന്നവരെന്തായാലും നേരത്തെ കൂട്ടി പോവാം. എന്തായാലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല കാര്യം. ഈവൻ നമ്മുടെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളുടെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിരിക്കില്ല, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം പറഞ്ഞ പോലെ ഒരു മനുഷ്യ ശരീരം കാണാൻ പറ്റുന്ന പരിപാടി. അതെങ്ങനെ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓടുന്ന പോസില്, ഡാൻസ് കളിക്കുന്ന, ബാഡ്മിന്റൺ കളിക്കുന്ന പോസില്, സ്കേറ്റ് ചെയ്യുന്ന പോസില്, അങ്ങനെ പല പല പോസ്. നടുകെ കീറിയ പോലെ, വട്ടത്തിൽ കീറുക, നീളത്തിൽ കീറുക, അറജം പുറജം കീറുക, അതുപോലെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ എംബ്രയോ, ബേബി, പിന്നെ നമ്മുടെ യൂട്രസ്, പിന്നെ ജെനിറ്റൽ ഓർഗൻസ് എല്ലാം. പ്രഗ്നന്റ് ആയവരുടെ യൂട്രസ്, അതൊക്കെ എങ്ങനെയായിരിക്കും, അതിന്റെ ഉള്ളിൽ ഒരു കുട്ടീനെ വെച്ച് നിൽക്കുന്നത്, അതുപോലെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ തന്നെ 3Dയിൽ നമ്മുടെ ഓർഗൻസ് ഒക്കെ എവിടെയാണ്, നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് നമ്മുടെ ഓർഗൻസ് ഏത് സൈസിലാണെന്നൊക്കെ നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺസ്, നമ്മുടെ ലിവർ, നമ്മുടെ അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു 3D സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതെ, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത. പിന്നെ പറഞ്ഞ പോലെ വേറെ കിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആനിമൽസ് ആയിട്ടുള്ള മറ്റേ ചിമ്പാൻസി, ജിറാഫ്, ഹോഴ്സ്, പിന്നെ കരടി, പശു, പട്ടി, ഇത്രയും. പിന്നെ വേറെ നിൽക്കുന്ന സാധനം ഓസ്ട്രിച്ച് ഉണ്ട്. അതല്ലാണ്ട് വേറൊരു നിൽക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അതാണ് കരടി. കരടി. അത്ര സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ജിറാഫ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ്. ഞാൻ പോയി കണ്ടിട്ടില്ല. വയറും കുടലൊക്കെ കാണുന്നത് വലുതാന്നറിയോ, അതുപോലെ ഉണ്ട്. പിന്നെ ആനയാണെങ്കിലും ശരിക്കും എല്ലാം ഒറിജിനലാണ്, പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് എങ്ങനെ പ്രിസർവ് ചെയ്ത് നമുക്കറിയില്ല. അവിടെ എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല. അത് കാണാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾക്ക് വണ്ടി പോകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസാണ്. പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ വേസ്റ്റ് ആവുമൊന്നുമില്ല, നല്ലതാണ്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. തീരെ കൊച്ചുകുട്ടികളൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല തോന്നുന്നു. ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിന് അങ്ങനത്തെ ഉള്ളവരെ പോകാൻ തോന്നുന്നു. പക്ഷെ എന്നാലും കുറച്ച് വലുതായിട്ട് ഇതൊക്കെ കണ്ടാൽ പേടിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. കാര്യം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മനുഷ്യനെ അല്ല, അതായത് അവരുടെ സ്കിന്ന് മാറ്റിയിട്ട് മസിൽസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ചിലത് ഓർഗൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് പേടിയാവുമല്ലോ. അപ്പോൾ പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, യൂസ്ഫുൾ ആയിരിക്കും നഴ്സിംഗ് സ്റ്റുഡൻസിനായാലും. ചിലപ്പോൾ ഞാൻ കാണുന്നു. എന്തായാലും ഞങ്ങളെന്തായാലും പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സിനും നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ നടത്തുന്നതാണ്. ഇത് മ്യൂൺഷനിൽ ഇപ്പോൾ സെപ്റ്റംബർ വരെയാണുള്ളത്. ജർമ്മനിലുള്ളവർക്ക് ഇപ്പോൾ മ്യൂൺഷൻ എടുത്ത്, ബയോണിലുള്ളവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയാൽ കാണാൻ പറ്റും. ഇത് പല പല സ്ഥലത്തായിട്ട് ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ ക്യോപ്പ് വെൽറ്റ് എന്നാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോരോ എല്ലാ കൺട്രീസിലും ഇത് പോകുന്നുണ്ട്. എല്ലാ കൺട്രീസിലും ഇങ്ങനത്തെ പരിപാടി അവർ ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഏത് കൺട്രിയിൽ എവിടെയാണ് നടക്കുന്ന സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പോകാൻ താല്പര്യമില്ല, ഇപ്പോൾ വേറെ കൺട്രിയിലാണെങ്കിൽ പോലും പോകാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് പോകാവുന്നതാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതിൽ കാണിക്കാനായിട്ടൊന്നും ഇല്ല. പക്ഷേ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല അൺഫോർച്യുനേറ്റ്ലി. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താണല്ലേ? അതെ, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇത് വലിയ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം കാണും, അപ്പോൾ കുറേ കട്ട് ചെയ്ത് കളയും, അതൊക്കെ വേറെ കാര്യം. എനിവേസ്, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പോയി കാണാം. അതെ, പോയി കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പോയവർ. ഓക്കെ, കമൻറ്റ് ചെയ്യുക. ബൈ.